ഹേ ഗായ്സ്, നിങ്ങളും എൻ്റെ കൂട്ട് ഡയറ്റ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻസും ഹൈ ഫാറ്റ്സ് കണ്ടൻറ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഡെഫിനറ്റ്ലി ഫോർ യു. ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ് ദെൻ ദിസ് ഇസ് എ പെർഫെക്റ്റ് വീഡിയോ. ഹേ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി കടലക്കറി ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ കടല രാത്രി തന്നെ കുതിർത്ത് വെച്ചായിരുന്നു. ഇതിൽ തന്നെ കുക്കറിൻ്റെ അകത്ത് ഞാനിപ്പം പെട്ടെന്ന് ഉള്ളിയും പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ മുളകും ആൻഡ് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ച് കുറച്ച് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനാണ് വേവിക്കാൻ അങ്ങ് വെക്കും. ഇനി 2-3 വിസിൽ ഇതിനെ നല്ലതുപോലെ അടിക്കാൻ കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ എല്ലാം തിരുമ്മി റെഡിയാക്കാം. ഞാൻ പറഞ്ഞല്ലോ ഗുഡ് ഫാറ്റ്സും ഉണ്ടെന്ന്. പിന്നെ ഇവിടെ ഒരു ചീനി ചട്ടി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് നമ്മളുടെ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഈ തേങ്ങ നല്ലതുപോലെ വരട്ടിയെടുക്കണം. പക്ഷേ വരട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തേക്കുന്ന കുറച്ച് ഉള്ളിയും ഇഞ്ചിയും അതുപോലെ കുരുമുളകും. ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മളുടെ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതിനെ നല്ലതുപോലെ ഇങ്ങനെ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ കുറേ നേരം സോട്ടേ ചെയ്ത് കുറച്ച് പറഞ്ഞ ഒരു 5 മിനിറ്റ്സിൻ്റെ സമയം എടുക്കും. ഫ്ലെയിം കുറച്ച് നമ്മൾ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് സോട്ടേ ആയി കിട്ടും. കണ്ടോ, ഞാൻ ഒരു 5 മിനിറ്റ്സ് വരെ എടുത്തില്ല ഇത് സോട്ടേ ആയി കിട്ടാനായിട്ട്. ഇത് നല്ലതുപോലെ സോട്ടേ ആയി കിട്ടണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുമ്പം ഇതിലോട്ട് നമുക്ക് നമ്മളുടെ മസാല ആഡ് ചെയ്യാം. ബേസിക്കലി മസാല എന്തുവാ, ഇന്ത്യൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. സം ചില്ലി പൗഡർ, സം ടർമറിക് പൗഡർ ആൻഡ് കുറച്ച് മല്ലിപ്പൊടി, ദാറ്റ്സ് ഇറ്റ്. അത് കൂടാതെ ഞാൻ വേറെ ഒരു മസാലയും ഇത് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ മസാല നമ്മൾ ആഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ്സ് ഇതിനെ നല്ലതുപോലെ സോട്ടേ ചെയ്യണം. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഈ സോട്ടേ ചെയ്യുമ്പോൾ ഈ മസാലയുടെ ഒരു പച്ചപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കെല്ലാം കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. പിന്നെ ഇത് തണുക്കാൻ വെക്കണം. ഈ തണുക്കാൻ ജാരി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് ചീനി ചട്ടിയിൽ കുറച്ച് ഘീ ഇട്ടിട്ട് പിന്നെ കറി ലീവ്സും പിന്നെ കടകൊക്കെ ഇട്ടിട്ട് ഈ നമ്മൾ പേസ്റ്റ് ചെയ്തേക്കുന്ന ഈ നമ്മളുടെ മസാല ഇതിലോട്ടിട്ടിട്ട് കുറച്ച് വീണ്ടും വരട്ടിയെടുത്തിട്ട് നമ്മൾ വെച്ച കടല ഇതിലോട്ട് ഇറക്കിയാൽ മതി. ഒരു തെളിപ്പ് വരുമ്പം ഗൈസ് അടിപൊളിയാ. ഇത് നല്ലതുപോലെ തെളിച്ച് വന്നാൽ ഇത് നമുക്ക് സെർവ് ചെയ്യാം. റിച്ച് ഇൻ പ്രോട്ടീൻസ്, റിച്ച് ഇൻ ഫാറ്റ്സ്, പെർഫെക്റ്റ് ഫോർ ഡയറ്റ്. പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.